Hi friends, welcome back. ഇന്നത്തെ റെസിപ്പി ഹമൂസ്. ഇതൊരു അറബിക് ഡിഷാണ്. ഇത് ശരിക്കും നമുക്ക് കുബൂസിന്റെ കൂടെയും ചിക്കൻ ഗ്രില്ലിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. ഇത് ശരിക്കും ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് വെള്ളക്കടലയാണ്. പിന്നെ നമുക്കൊരു താഹിനി പേസ്റ്റും കൂടെ വേണം. അപ്പം അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 4 ടേബിൾ സ്പൂൺ വെള്ള എള്ള്, സെസ്മി സീഡ് വൈറ്റ്. ഇത് നമുക്ക് പുറത്തുനിന്നും വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഈ താഹിനി പേസ്റ്റ്. അപ്പം ഇത് കണ്ടത്, ഇത് നന്നായിട്ട് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലൊരു മണം വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ല ട്രഡീഷണൽ വേയിൽ ഇത് ഉണ്ടാക്കണമെങ്കിൽ ഇത് ചേർക്കുന്നത് നല്ലതാണ്. ഇപ്പം ഇത് കുറച്ച് തണുത്തതിന് ശേഷം മിക്സിയുടെ ഈ ചെറിയ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ശരിക്കും വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഇതിങ്ങനെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുന്ന പോലെ വേണം. കാരണം അതിൽ തന്നെ കുറച്ച് ഓയിലുണ്ട്, കണ്ടത്. അപ്പം ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒലിവ് ഓയിൽ തന്നെ വേണം ഇതിന് ചേർക്കാൻ. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഗ്രൈൻഡ് ചെയ്യാം. അപ്പോൾ ഇതൊന്നും കൂടെ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു നല്ല പേസ്റ്റ് ആയിട്ട് കിട്ടും. ഇതുപോലെ കണ്ടോ, ഇതാണ് ശരിക്കും താഹിനി പേസ്റ്റ്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് വെള്ളക്കടല. ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്തിട്ട് നന്നായി കുക്ക് ചെയ്തെടുത്താണ്. ഇതിന്റെ സ്കിന്ന് റിമൂവ് ചെയ്ത് നമുക്ക് പേസ്റ്റ് ആക്കാൻ എളുപ്പമാണ്, റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ഇനി നമുക്ക് മിക്സിയുടെ വലിയ ജാർ എടുക്കാം. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ആദ്യം എന്താ കണ്ട, 3 അല്ലി വെളുത്തുള്ളി. ഇത് വെളുത്തുള്ളി കൂടാൻ പാടില്ല, കാരണം ഇതിന്റെ സ്മെല്ല് കുറച്ച് കൂടി പോവും. ഇനി നമുക്ക് ലെമൺ ജ്യൂസ്, ശരി 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പുളി നമുക്ക് പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി താഹിനി പേസ്റ്റ്, ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ താഹിനി പേസ്റ്റ്, അതാണ് ഞാൻ ചേർക്കുന്നത്. ഇതിപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ വെള്ളക്കടല, ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. കണ്ടത്, ഇത് ഗ്രൈൻഡ് ചെയ്തപ്പോൾ ഇത് ഇതുപോലെ ആയിട്ടുണ്ട്. പക്ഷെ ഇതിലേക്ക് കുറച്ചും കൂടെ പുളിയും ഉപ്പും ഒക്കെ ആവശ്യമുണ്ട്. ഞാൻ ഒന്നും കൂടെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർത്തിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഞാൻ ശരിക്കും തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താലായിരിക്കും നല്ലത്. ഞാനിവിടെ ഐസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കൂടി അരച്ചു കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് നമ്മുടെ ഹമൂസ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ സെർവിങ് പ്ലേറ്റിൽ ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഹമൂസ് സെർവ് ചെയ്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ നടുക്ക് ഒരു കണ്ടോ വെല്ല് പോലെ ആക്കിയിട്ട് അതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പാപ്രിക്ക പൗഡർ, ഇതാണ് പാപ്രിക്ക പൗഡർ. ഇത് വെച്ചിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് മേലെ, ഈ റെഡ് കളറിലുള്ളത്. അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടെ വെച്ച് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇത് നമുക്ക് ഇതിന്റെ സെൻട്രലായിട്ട് വെളുത്ത കടലയോ അതുപോലെ ഒലീസൊക്കെ വെച്ച് കൊടുത്താൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കാണാൻ. അപ്പം നമ്മുടെ ഹമൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കമന്റും ഒക്കെ കമന്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. താങ്ക് യു ഫോർ